Hi everyone, welcome to my classroom. Now we are going to discuss about the classification of cost. Okay, the classification of cost on the basis of nature, relation to cost center, on the basis of function and behavior and managerial decision making, production function or production process and time. അപ്പോൾ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് നേച്ചറിൻ്റെ ബേസിലോ റിലേഷൻ ടു കോസ്റ്റ് സെൻറ്റർ അതല്ലെങ്കിൽ നമുക്കതിന് ഐഡൻറ്റിഫയബിലിറ്റിയുടെ ബേസിൽ ട്രേസിയബിലിറ്റിയുടെ ബേസിൽ അതല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതിൻ്റെ ബേസിൽ എന്നൊക്കെ പറയാം. ഫംഗ്ഷൻ്റെ ബേസിൽ ബിഹേവിയറിൻ്റെ ബേസിലും മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബേസിലും അതുപോലെ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ടൈം പീരീഡിൻ്റെ ഒക്കെ ബേസിൽ നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ, ദറ്റ് ഈസ് നേച്ചറിൻ്റെ ബേസിൽ കോസ്റ്റിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഹിയർ ദർ ആർ 3 കോസ്റ്റ്: ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ്. ലേബർ കോസ്റ്റ്, വാട്ട് ഈസ് ദ ലേബർ കോസ്റ്റ്? ലേബർ എന്താണ്? ദി വർക്ക് ഫോഴ്സ് എൻഗേജ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എൻഗേജ് ചെയ്തിട്ടുള്ള വർക്ക് ഫോഴ്സിന് ഹ്യൂമൻ എഫേർട്ട്, അതാണ് ലേബർ എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലേബറിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? ഫോർ ദി കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഹ്യൂമൻ എഫേർട്ട് ഈസ് റിക്വയർഡ്. സച്ച് എഫേർട്ട് ഈസ് കോൾഡ് ലേബർ. ഓക്കെ, അപ്പോൾ അതാണ് ലേബർ എന്ന് പറയുന്നത്. ലേബർ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ഓൺ ലേബർ, ലേബേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതിന് നമ്മൾ വേജസ് എന്ന് വിളിക്കും. ഇതിനെ നമുക്ക് രണ്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരും. ഇപ്പോൾ ലേബർ എന്ന് പറയുന്നത് വർക്ക് ഫോഴ്സാണ്. ഒരു ഓർഗനൈസേഷനിൽ എൻഗേജ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിലും മറ്റ് പ്രോസസ്സിലൊക്കെ എൻഗേജ് ചെയ്തിട്ടുള്ള വർക്ക് ഫോഴ്സാണ് ലേബർ. അതിൽ വരുന്ന കോസ്റ്റാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റാണ്. വാട്ട് ഈസ് എ മെറ്റീരിയൽ? എന്താണ് മെറ്റീരിയൽ? ദ മാറ്റർ ഓർ സബ്സ്റ്റാൻസ് ഫ്രം വിച്ച് പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് ഈസ് നോൺ ആസ് മെറ്റീരിയൽ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മാറ്റർ എന്താണോ, സബ്സ്റ്റൻസ് എന്താണോ, അതാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി റോ മെറ്റീരിയൽ ഓർ പ്രോസസ്ഡ് ഫോം. അത് റോ മെറ്റീരിയലോ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫോമിലോ ഉള്ള മെറ്റീരിയൽ ആയിരിക്കാം. അപ്പോൾ മെറ്റീരിയൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അത് പർച്ചേസ് ചെയ്യണം. മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ്. മെറ്റീരിയലും ലേബറും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസിനും കൂടി ചേർത്താണ് നമ്മൾ അതർ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓൾ ദി കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ടേംഡ് ആസ് എക്സ്പെൻസസ്. ഓക്കെ, മെറ്റീരിയലും ലേബറും അല്ലാത്ത മറ്റെല്ലാ കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതർ എക്സ്പെൻസസിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ദീസ് ആർ ദി 3 ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ബേസ്ഡ് ഓൺ റിലേഷൻ ടു കോസ്റ്റ് സെൻറ്റർ. റിലേഷൻ ടു കോസ്റ്റ് സെൻറ്റർ ബേസിൽ എങ്ങനെയാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. അതല്ലെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈഡ് ബേസിലാണെന്നോ അല്ലെങ്കിൽ ഐഡൻറ്റിഫയബിലിറ്റി, ട്രേസബിലിറ്റി, ചാർജബിലിറ്റി ഇതിൻ്റെയൊക്കെ ബേസിലാണെന്നും പറയാം. There are 2 classification: direct cost and indirect cost. Then direct cost include direct material cost, direct labor cost, direct expenses. Indirect cost includes indirect material, indirect labor and indirect expenses. ഈ 2 ക്ലാസിഫിക്കേഷനിലും സബായിട്ട് വരുന്നതാണ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ്. ഓൾ ദി കോസ്റ്റ് വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് അത് ചാർജ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഡയറക്ട്ലി ചാർജബിൾ ടു ദി പ്രോഡക്റ്റ് ഓർ ആക്ടിവിറ്റി ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. Material used and labor employed in manufacturing a product are known as direct cost. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഡയറക്റ്റ്? ദ കോസ്റ്റ് വിച്ച് cannot conveniently be identified with a particular cost unit or cost center. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കറക്റ്റ് എത്ര വന്നു എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലേബർ കോസ്റ്റോ മെറ്റീരിയൽ കോസ്റ്റോ മറ്റ് എക്സ്പെൻസോ ഉണ്ടെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്.
ദീസ് ആർ ദ കോമൺ ടു എ നമ്പർ ഓഫ് കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റേഴ്സ്. കോമൺ ആയിട്ടായിരിക്കും അതിൻ്റെ ഇപ്പോൾ ഒരു സൂപ്പർവൈസറുടെ സാലറി, ഒരു സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത്, ആ സൂപ്പർവൈസർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല സൂപ്പർവൈസ് ചെയ്യുന്നത്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് എത്ര ശരിക്ക് ഇയാളുടെ സാലറി കൊടുക്കുമ്പോൾ ആ കോസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര ചാർജ് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് കണ്ടുപിടിച്ച് ആ ബേസിൻ്റെ മുകളിൽ ഈ സാലറി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇത്രയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അയാൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൻ്റെ ബേസിലായിരിക്കാം അത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ, അങ്ങനെ ഏതിൻ്റെ ബേസിലാണോ അത് ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്താലേ ചാർജ് ചെയ്താലേ എന്നാൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ കേസിലൊക്കെ എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് നോൺ ആസ് ഓവർ ഹെഡ്. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനും ചേർത്ത് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, ഓവർ ഹെഡ് എന്നാണ് വിളിക്കുക. ഫാക്ടറി മാനേജർ സാലറി, ഫാക്ടറി റെൻറ്റ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി എക്സെട്ര ആർ ദി ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്. Production cost, also known as manufacturing cost. This is the cost associated with the production or manufacturing of goods. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. അവിടെ വരുന്ന കോസ്റ്റിനെയാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. This is the cost incurred in administration of a business. This is not related to manufacturing or selling function. ഇത് സെല്ലിംഗ് ഫംഗ്ഷൻ ആയിട്ടോ മാനുഫാക്ചറിങ് ഫംഗ്ഷൻ ആയിട്ടോ റിലേറ്റഡ് അല്ല. ഒരു ബിസിനസ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന ചിലവാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെല്ലിംഗ് കോസ്റ്റ്. ദിസ് കോസ്റ്റ് ക്രിയേറ്റഡ് ഓർ സ്റ്റിമുലേറ്റഡ് ഫോർ ഡിമാൻഡിങ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ വരുന്ന കോസ്റ്റ് ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ദ സെല്ലിംഗ് കോസ്റ്റ്. Selling cost means the cost for creating and stimulating demand for a product. In short, selling cost is the cost incurred in marketing the product. Product market ചെയ്യാൻ വരുന്ന കോസ്റ്റ് ഒക്കെ സെല്ലിംഗ് കോസ്റ്റിൽ ഉൾപ്പെടും. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ദിസ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് in moving the goods from the factory to consumers. ഫാക്ടറിയിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഗുഡ്സ് മാറ്റുമ്പോൾ വരുന്ന ചിലവ്, മാർക്കറ്റ് പ്ലേസിലേക്ക് കൺസ്യൂമേഴ്സിലേക്ക് അത് എത്തിക്കണമല്ലോ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ്, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. R&D റിലേറ്റഡ് ആയിട്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഓർഗനൈസേഷനിൽ കോസ്റ്റ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. Okay, these are the classification of cost on the basis of function. Next, cost classification by behavior or variability. Variabilityയുടെ ബേസിലോ അല്ലെങ്കിൽ ബിഹേവിയറിൻ്റെ ബേസിലോ കോസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വാരിയബിൾ കോസ്റ്റ് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ കൂടെ ഒരു കോസ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം, സ്റ്റെപ്പ് കോസ്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, സെമി വാരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. 4 എണ്ണം എഴുതിയെടുത്തോളൂ കേട്ടോ. അതിൽ ഫസ്റ്റ് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ദീസ് ആർ ദി കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ചസ് ഇൻ ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി. ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ്. പ്രൊഡക്ഷൻ കൂടുകയോ കുറയോ എന്ത് തന്നെ സംഭവിച്ചാലും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ആയിരിക്കും. അത് ഫിക്സഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, അവിടെ ചേഞ്ച് ഉണ്ടാവില്ല. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ടൈം കോസ്റ്റ് ഓർ പീരീഡ് കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ മറ്റ് 2 പേരുകൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക, ടൈം കോസ്റ്റ് ആൻഡ് പീരീഡ് കോസ്റ്റ്. ഓക്കെ, ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ 10,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും 1 lakh ഫിക്സഡ് കോസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ ആ 1 lakh എത്ര പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് 1 lakh ആയിരിക്കും. ഇപ്പോൾ 10,000ൻ്റെ സ്ഥാനത്ത് 20,000 പ്രൊഡക്ഷൻ ആക്കിയാലും 1 lakh ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും.
ഇനി അതിൻ്റെ ഡബിൾ ആക്കിയാലും ശരി ഫിക്സഡ് കോസ്റ്റ് 1 lakh ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് എമൗണ്ടിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ദാറ്റ് വിൽ ചേഞ്ച്. പെർ യൂണിറ്റ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് പെർ യൂണിറ്റ് കുറയും. ദാറ്റ് മീൻസ് ഇപ്പോൾ 10,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 1 lakh ആണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് വരിക? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 10,000 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതിൽ 1 lakh നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 1 lakh ആണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്, അതിൽ 10,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു യൂണിറ്റിൽ കാണുക? ദാറ്റ് മീൻസ് 1 lakh ഡിവൈഡഡ് ബൈ 10,000 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റിന് 10 രൂപയാണ് വരിക, അല്ലേ? അതുപോലെ 20,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോളൂ. അപ്പോഴും ഫിക്സഡ് കോസ്റ്റ് 1 lakh തന്നെയാണ് വരിക, എമൗണ്ടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 20,000 ആണെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര രൂപ വരും? 5 വരുള്ളൂ, ആണല്ലോ. അതുപോലെ ഫിക്സഡ് കോസ്റ്റ് എത്ര യൂണിറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് പെർ യൂണിറ്റിൽ മാറ്റം വരും, പെർ യൂണിറ്റ് കുറയും. അതുപോലെ യൂണിറ്റ് കുറയുകയാണെങ്കിൽ പെർ യൂണിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച്. ഏതിനനുസരിച്ചിട്ട്? വേരിയേഷൻ ഇൻ ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ്റെ ലെവൽ, ഔട്ട്പുട്ടിൻ്റെ വോള്യത്തിൽ ചേഞ്ച് വരികയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാറ്റം വരും. അപ്പോൾ അത് പ്രത്യേകം നോട്ടിൽ എഴുതി വെച്ചോളൂ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച് വിത്ത് ദി ചേഞ്ചസ് ഇൻ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്. വോള്യൂം ഓഫ് ഔട്ട്പുട്ടിൽ മാറ്റുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് വരും. ദറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ്, കുറയും, വിത്ത് ഇൻക്രീസ് ഇൻ പ്രോഡക്റ്റ്, ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ദെൻ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ എക്സാമ്പിൾസ് നമുക്ക് പറയുമ്പോൾ റെൻറ്റ്, റേറ്റ്, സാലറി, ഇൻഷുറൻസ്, വേജസ് ടു പെർമനൻറ്റ് സ്റ്റാഫ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ ഫിക്സഡ് കോസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാരിയബിൾ കോസ്റ്റ് ആണ്. വാരിയബിൾ കോസ്റ്റ് ആർ ദോസ് വിച്ച് വാരി ഡയറക്റ്റ്ലി വിത്ത് ചേഞ്ച് ഇൻ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ മാറ്റത്തിനനുസരിച്ച് കോസ്റ്റിൽ മാറ്റം വരും, എമൗണ്ടിൽ മാറ്റം വരും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് വെൻ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ് പ്രൊപ്പോർഷനേറ്റ്ലി. വാരിയബിൾ കോസ്റ്റ് മാറ്റം വരും എപ്പോൾ? പ്രൊഡക്ഷനിൽ മാറുന്നതിനനുസരിച്ച്. പ്രൊഡക്ഷൻ കൂടുകയാണ്, വാരിയബിൾ കോസ്റ്റും കൂടും. പ്രൊഡക്ഷൻ കുറഞ്ഞു, വാരിയബിൾ കോസ്റ്റ് കുറയും. ഓക്കെ, വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നു. കൂടുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കൂടുക തന്നെ ചെയ്യും, വാരിയബിൾ കോസ്റ്റ് കൂടുക തന്നെ ചെയ്യും. ഡിക്രീസ് ചെയ്യുമ്പോൾ വാരിയബിൾ കോസ്റ്റ് കുറയും. അതേപോലെ ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് ആവുകയും ചെയ്യും പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കേസ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നേരെ ഓപ്പോസിറ്റാണ്. ദാറ്റ് ഈസ് വാരിയബിൾ കോസ്റ്റ് എമൗണ്ടിൽ ഇങ്ങനെ മാറ്റം വരും. 1 lakh ഉണ്ടായിരുന്നത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീണ്ടും മാറ്റം വരും, അടുത്തതിന് മാറ്റം വരുമ്പോൾ എത്രയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലോ കുറവോ അതിനനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും വാരിയബിൾ കോസ്റ്റ്. പക്ഷെ പെർ യൂണിറ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും വാരിയബിൾ കോസ്റ്റ് ഒരു യൂണിറ്റിന് 10 രൂപ എന്ന് പറഞ്ഞാൽ 10 രൂപ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പ്രൊഡക്ഷൻ 10,000 ആണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് 1 lakh വരും. പ്രൊഡക്ഷൻ 20,000 ആണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് 2 lakh വരും. പ്രൊഡക്ഷൻ 30,000 ആണ്, വാരിയബിൾ കോസ്റ്റ് അപ്പോഴും 10 രൂപ തന്നെ ഉണ്ടാവും ഒരു യൂണിറ്റിന്. പെർ യൂണിറ്റ് ഒരിക്കലും മാറില്ല. അപ്പോൾ 30,000 ആണെങ്കിൽ 3 lakh. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഫിക്സഡ് അത് ഒരു ബോക്സിൽ ഇട്ട് വെച്ചോളൂ, അപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച്. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ്, അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. പക്ഷേ എമൗണ്ട് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ്, എമൗണ്ട് ഇൻ വാരിയബിൾ കോസ്റ്റ് ഈസ് വാരിയബിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. ഇനി സെമി വാരിയബിൾ കോസ്റ്റാണ് അടുത്തത്. ദീസ് കോസ്റ്റ് ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വാരിയബിൾ. പാർട്ട്ലി ഫിക്സഡും ആണ്, പാർട്ട്ലി വാരിയബിൾ ആണ്. ടെലിഫോൺ ചാർജസ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, പവർ ചാർജസ്, ഡിപ്രീസിയേഷൻ, സൂപ്പർവിഷൻ കോസ്റ്റ്, ഇതൊക്കെ ഒരു പരിധി വരെ ഫിക്സഡും ബാക്കി വാരിയബിളും ആയിരിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് മിക്സഡ് കോസ്റ്റ് എന്നോ സെമി ഫിക്സഡ് കോസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്നതാണ്.
അപ്പോൾ പകുതി വാരിയബിളും പകുതി ഫിക്സഡും ആണെങ്കിൽ അത് സെമി വാരിയബിൾ. ഇപ്പോൾ ടെലിഫോൺ ചാർജ് നമ്മൾ വിളിച്ചാലും ഇല്ലെങ്കിലും റെൻറ്റ് അതിൻ്റെ ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അഡീഷണൽ ആയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ അതിൻ്റെ ചാർജസ്, അഡീഷണൽ ചാർജസ് ആഡ് ചെയ്യാൻ വേണം. അപ്പോൾ അത് സെമി ഫിക്സഡ് അല്ലെങ്കിൽ സെമി വാരിയബിൾ കോസ്റ്റാണ്. ഇനി ഇതിൽ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കോസ്റ്റും കൂടി ഉണ്ട്, സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ചങ്കി കോസ്റ്റ്, CHUNKY, chunky cost. Step cost are those cost which increase in steps. സ്റ്റെപ്പ് പോലെയാണ് ഇൻക്രീസ് ചെയ്യുക. കുറച്ച് കാലത്തേക്ക് അത് റിമെയിൻ കോൺസ്റ്റൻ്റ് ആവും. ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ അതങ്ങ് കൂടും. വീണ്ടും കുറച്ച് കാലത്തേക്ക് അത് ഒരേപോലെ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് കൂടും. അപ്പോൾ നമ്മളത് ഡ്രോ ചെയ്യുമ്പോൾ, ഗ്രാഫിൻ്റെ ഫോമിൽ ഡ്രോ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് വരച്ച പോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദീസ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ഓവർ എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ദെൻ ജംപ് ടു ഹയർ ലെവൽ വെൻ ദി ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസസ് ബിയോണ്ട് സർട്ടൻ പോയിന്റ്. സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ചങ്കി കോസ്റ്റ്. ഇറ്റ് ഈസ് എ വേരിയൻറ്റ് ഓഫ് സെമി വാരിയബിൾ കോസ്റ്റ്. ഇൻസ്പെക്ഷൻ കോസ്റ്റ്, സൂപ്പർവൈസർ സാലറി, ക്യാൻറ്റീൻ സ്റ്റാഫ് വേജസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ സ്റ്റെപ്പ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബിഹേവിയറിൻ്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബേസിൽ ഒരുപാട് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് പല രീതിയിലാണ്, പല ടെക്സ്റ്റിലും പല രീതിയിലാണത് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, എപ്പോഴും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റിന് പുറമെ ഒരു അഡീഷണൽ ആയിട്ട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അഡീഷണൽ യൂണിറ്റിന് വന്നിട്ടുള്ള കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ഓൾസോ നോൺ ആസ് വാരിയബിൾ കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. Difference in the total cost between two alternatives is called differential cost. That means it is increase or decrease in total cost, that is changes in specific element of cost that result from any variation in the operation. ഇവിടെ it is increase or decrease in total cost that result from alternative course of action. If a decision results in an increase in cost, the differential cost is called incremental cost. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസിഷൻ കാരണം കോസ്റ്റ് കൂടുകയാണ്, ഒരു പ്രത്യേക തീരുമാനം നമ്മൾ എടുത്തു, ആ ഒരു തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്തതോടുകൂടി കോസ്റ്റ് കൂടി, ടോട്ടൽ കോസ്റ്റിൽ മാറ്റം വന്നു, വേരിയേഷൻ വന്നു, ഡിഫറൻസ് വന്നു. അത് കൂടുകയാണ് ചെയ്തതെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നാണ് വിളിക്കുക. ഇഫ് ദ ഡിസിഷൻ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ കോസ്റ്റ്, നമ്മളെടുത്ത തീരുമാനം കൊണ്ട് കോസ്റ്റ് കുറയാണ് ചെയ്തതെങ്കിൽ ദാറ്റ് ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് നോൺ ആസ് ഡിക്രിമെൻ്റൽ കോസ്റ്റ്. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു തീരുമാനം എടുത്തപ്പോൾ, ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുത്തപ്പോൾ കോസ്റ്റിൽ കൂടുതലോ കുറവോ വരും, ഡിഫറൻസ് വരും, ദാറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ കോസ്റ്റ്. കൂടുതലാണ് വന്നതെങ്കിൽ അത് ഡിക്രിമെൻ്റൽ കോസ്റ്റും, കുറവാണ് വന്നതെങ്കിൽ ഡിക്രിമെൻ്റൽ കോസ്റ്റും ആയിട്ടാണ് പറയുക. ഇനി ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ദീസ് ആർ ദി ഹൈപ്പത്തറ്റിക്കൽ ഓർ നോഷണൽ കോസ്റ്റ്. These are computed for decision making purpose. These cost നോട്ട് ആക്ച്വലി ഇൻകേർഡ്. ശരിക്കും ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടാവില്ല. അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ദീസ് ആർ ദി എക്സ്പെൻസ് വിച്ച് ആൻ എൻ്റർപ്രണർ പേസ് ടു ഹിംസെൽഫ്, ദാറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ്. എന്ത് സ്വയം കൊടുക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് കോസ്റ്റ് കൺസിഡേർഡ് വൈൽ ഡിസിഷൻ എടുക്കുമ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യും, ദെൻ ഈ കോസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്യും. പക്ഷേ ഇംപ്യൂട്ടഡ് കോസ്റ്റിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെൻറ്റ് ഓഫ് ഓൺഡ് ബിൽഡിംഗ്, നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിൻ്റെ മുകളിൽ റെൻറ്റ്. സാലറി ഓഫ് ഓണർ, സ്വന്തമായിട്ട് സാലറി, നമ്മുടെ ബിസിനസ്സിന് നമുക്ക് സാലറി. അപ്പോൾ അതെന്താണ്? ദീസ് ആർ ദി എക്സ്പെൻസ് വിച്ച് ആൻ എൻ്റർപ്രണർ പേസ് ടു ഹിംസെൽഫ്, സ്വയം അയാൾക്ക് തന്നെ കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഓൺഡ് ക്യാപിറ്റൽ, ലോസ് ഓഫ് അസറ്റ് വാല്യൂ ഡ്യൂ ടു ഇൻഫ്ലേഷൻ, ഇതൊക്കെ ഇംപ്യൂട്ടഡ് ആയിട്ടുള്ള കോസ്റ്റുകളാണ്. ഓക്കെ, ശരിക്കും അത് ഇൻകർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് കൺസിഡർ ചെയ്യണോ? വേണം. അതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു
ബിൽഡിംഗ്, നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ദാറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു ബി യൂസ്ഡ് ഫോർ എ ന്യൂ പ്രോജക്റ്റ്. നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റ് നമ്മളത് സ്വന്തം ബിൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ദി ലൈക്ലി റെൻറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഇഫ് ഇറ്റ് ഈസ് റെൻറ്റഡ് ഔട്ട് ഇറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി. നമ്മളത് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിന് വാടക കിട്ടും അല്ലേ, ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പുറത്ത് കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്കതിന് വാടക കിട്ടുമായിരുന്നു, പക്ഷെ നമ്മളത് സ്വന്തം പ്രോജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കും, നമുക്ക് കിട്ടില്ലല്ലോ, അത് റെൻറ്റിന് പുറത്ത് കൊടുത്താലല്ലേ കിട്ടുള്ളൂ. ഇപ്പം നമുക്കത് കിട്ടുമോ? ഇല്ല. ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഓൾസോ ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ്, നമുക്കത് അവസരം നഷ്ടപ്പെടും. നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെൻറ്റ് കിട്ടും, പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയ പ്രോജക്റ്റിന് നമ്മുടെ ബിൽഡിംഗ് സ്വന്തം നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സങ്ക് കോസ്റ്റ് ആർ ദി ഹിസ്റ്റോറിക്കൽ ഓർ പാസ്റ്റ് കോസ്റ്റ്. പാസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. ദാറ്റ് ഹാവ് ഓൾറെഡി ഇൻകേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസിഷൻ മെയ്ഡ് ഇൻ പാസ്റ്റ്. മുന്നേ തീരുമാനം എടുത്തതാണ്, പാസ്റ്റിൽ തീരുമാനം എടുത്തതാണ്. ആ ഒരു തീരുമാനം കൊണ്ട് വന്നിട്ടുള്ള കോസ്റ്റാണ്, ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ്. സച്ച് കോസ്റ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ഓർ റിവൈസ്ഡ് ബൈ ഫ്യൂച്ചർ ഡിസിഷൻ. അത് നമുക്ക് ഫ്യൂച്ചറിലോട്ട് ആവശ്യമില്ല. പണ്ടെന്തോ ഒരു തീരുമാനം എടുത്തു, അതിൽ ഓൾറെഡി ഇൻകർ ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. ദാറ്റ് നോട്ട് റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അവിടെ നോട്ട് ചെയ്യേണ്ടതാണ് എന്ത്? ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് അല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ഒരു എക്സാമ്പിളാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അത് പാസ്റ്റിൽ ഇൻകർ ചെയ്തു, അത് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ദ സങ്ക് കോസ്റ്റ്. അതായത് സങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോവാന്നാണ് മെയിൻ ചെയ്യുന്നത് അല്ലേ. ദിസ് ഈസ് ബിക്കോസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ പ്ലാന്റ് ഈസ് സങ്ക് ഇൻ സെൻസ് ദാറ്റ് എമൗണ്ട് ഇർറിക്കവറബിൾ ഓർ ഡിസിഷൻ ഈസ് ഇറിവേഴ്സിബിൾ. ഇതാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. വാട്ട് ഈസ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്? ദീസ് കോസ്റ്റ് ആർ ദോസ് ദാറ്റ് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി ഇൻ ഫ്യൂച്ചർ. ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി ഇൻ ഫ്യൂച്ചർ. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, റിപ്പയർ, റെൻറ്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്, അമോർട്ടൈസേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ദാറ്റ് നോട്ട് ഇൻവോൾവ് എനി ക്യാഷ് ഔട്ട്ഫ്ലോ. അതൊന്നും ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് അല്ല. ഡിപ്രീസിയേഷനും ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അമോർട്ടൈസേഷനൊന്നും ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് അല്ല, കാരണം അതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്പോൾ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഷട്ട് ഡൗൺ കോസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ ഷട്ട് ഡൗൺ കോസ്റ്റ്? ദീസ് ആർ ദി കോസ്റ്റ് ഫിക്സഡ് ഇൻ നേച്ചർ വിച്ച് വിൽ ഇൻകേർഡ് ഈവൺ ഇഫ് ദ പ്ലാന്റ് ഈസ് ക്ലോസ്ഡ് ഡൗൺ ടെമ്പററിലി ഡ്യൂ ടു റോ മെറ്റീരിയൽ ഷോർട്ടേജ്, ലേബർ പ്രോബ്ലം, ഫോളിംഗ് ഡിമാൻഡ് കുറഞ്ഞത് കൊണ്ടോ, ലേബേഴ്സിന് കിട്ടാത്തത് കൊണ്ടോ, മെറ്റീരിയൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടോ ടെമ്പററി ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷേ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താലും അവിടെ വരാവുന്ന ചില എക്സ്പെൻസസ് ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്. അത് റെൻ്റ് ആവാം, റേറ്റ് ആവാം, ഡിപ്രീസിയേഷൻ ആവാം, മെയിൻ്റെനൻസ് ഓഫ് പ്ലാന്റ് ആവാം, ഇൻഷുറൻസ് ആവാം. ഇതൊക്കെ ഫിക്സഡ് നേച്ചറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താലും വരുന്ന കോസ്റ്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയാം. ഫിക്സഡ് നേച്ചറിലായിരിക്കും ഷട്ട് ഡൗൺ കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺവേർഷൻ കോസ്റ്റ് ആണ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ദസ് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഈ ഡയറക്റ്റ് എക്സ്പെൻസസ്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് കൺവേർഷൻ കോസ്റ്റ് എക്സ്ക്ലൂഡ് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് കൺവേർഷൻ കോസ്റ്റിൽ ഏത് കോസ്റ്റ് വരില്ല? മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരില്ല. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലാത്ത കോസ്റ്റ്, ദാറ്റ് ഈസ് കൺവേർഷൻ കോസ്റ്റ്. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയലിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുമ്പോൾ വരുന്ന കോസ്റ്റാണ് കൺവേർഷൻ കോസ്റ്റ്. ഇത് ടോട്ടൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ് കോസ്റ്റ്, പിന്നെ മാനുഫാക്ചറിങ് ഓവർ ഹെഡ്. അപ്പോൾ ഏതൊക്കെയാണ്? ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, മാനുഫാക്ചറിങ് ഓർ ഫാക്ടറി ഓവർ ഹെഡ്. ഇത് മൂന്നും കൂടെ ചേർന്നതാണ് കൺവേർഷൻ കോസ്റ്റ്. അതിൽ മെറ്റീരിയൽ കോസ്റ്റ് ഉൾപ്പെടില്ല. ക്ലിയർ ആണോ? ഇനി റെലവൻറ്റ് കോസ്റ്റ് ആർ ദോസ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് റെലവൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഫ്യൂച്ചർ കോസ്റ്റ് വിച്ച് വിൽ ചേഞ്ച് ഡ്യൂ ടു മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഫ്യൂച്ചർ കോസ്റ്റാണ്, അത് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് അനുസരിച്ച് മാറും.
Okay, these are the cost classification on the basis of managerial decision making. Next, on the basis of time basis ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റാണ്. കോസ്റ്റ് കമ്പ്യൂട്ടർ ആഫ്റ്റർ പ്രൊഡക്ഷന് ശേഷം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഓൾറെഡി പ്രൊഡക്ഷൻ ഇൻകർ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ട് ചെയ്യുന്ന കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് പറയുന്നത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ദാറ്റ് ആർ കമ്പ്യൂട്ടഡ് ഇൻ അഡ്വാൻസ് ഓഫ് ദ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിക്കുന്ന ഇത്ര രൂപ കോസ്റ്റ് വരും എന്ന് പ്രീ ഡിറ്റർമിൻ ചെയ്യും, മുൻകൂട്ടി തീരുമാനിക്കും. ദാറ്റ് ഈസ് പ്രീവിയസ് പീരീഡിലെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മുൻകൂട്ടി ഡിസൈഡ് ചെയ്യും, പ്രൊഡക്ഷൻ്റെ മുന്നേ തന്നെ ഇത്ര രൂപ കോസ്റ്റ് വരും. ദാറ്റ് ഈസ് ദ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ടൈമിൻ്റെ ബേസിൽ തന്നെ പ്രോഡക്റ്റ് കോസ്റ്റാണ്. പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് വിച്ച് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് rather than expense of period in which they are incurred called product cost. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, അതേപോലെ വേജസ്, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, ഇതൊക്കെയാണ് പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡയറക്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് പ്രോഡക്റ്റ് ഡയറക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കോസ്റ്റാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. ദീസ് ആർ ദി കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ്, ഇതൊക്കെയാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. ഇതിൻ്റെ വേറൊരു പേര് ഇൻവെൻറ്ററിയബിൾ കോസ്റ്റ് എന്നാണ്. ഓക്കെ, പ്രോഡക്റ്റ് കോസ്റ്റ് മറ്റൊരു പേരാണ് ഇൻവെൻറ്ററിയബിൾ കോസ്റ്റ്. അത് വാരിയബിൾ നേച്ചർ ആയിരിക്കും കേട്ടോ. ഇനി പീരീഡ് കോസ്റ്റ് ഫിക്സഡ് നേച്ചറിലാണ്. ദീസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് ആണ്, ഫിക്സഡ് നേച്ചറിലാണ്. ദാറ്റ് ഈസ് ഈ ചില കേസിൽ അത് വാരിയബിൾ നേച്ചറിലും വരും, ജനറലി ഫിക്സഡ് ആണ്, ഒരു വാരിയബിളിലും വരാം. സച്ച് കോസ്റ്റ് ഇൻക്ലൂഡ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സാലറി, സെയിൽസ്മാൻ ആൻഡ് കമ്മീഷൻ, ഡിപ്രീസിയേഷൻ ഓൺ ഓഫീസ് ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് പീരീഡ് കോസ്റ്റിൽ വരുന്നത്. ടൈം ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മതി. ഇനി കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ബേസിൽ ജോയിൻറ്റ്, ബാച്ച്, പ്രോസസ്, ഓപ്പറേറ്റിംഗ് കോൺട്രാക്റ്റ് കോസ്റ്റ്, ഇത്രയും കോസ്റ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ബേസിലാണെങ്കിൽ ബാച്ച് കോസ്റ്റ് എന്തായിരിക്കും? Cost incurred while producing a lot comprising identical product as a batch is known as batch. ഒരു ബാച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബാച്ചിൽ എത്ര കോസ്റ്റ് വന്നു നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഓട്ടോമൊബൈൽസ് ഒക്കെ പാർട്സുകളൊക്കെ, സ്പെയർ പാർട്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബാച്ച് വൈസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ബാച്ചിന് എത്ര കോസ്റ്റ് വന്നു, ദാറ്റ് ഈസ് ബാച്ച് കോസ്റ്റ്. പ്രോസസ് കോസ്റ്റ് ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ മാത്രം എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രോസസ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ പ്രോസസ് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ ഓപ്പറേഷൻ കോസ്റ്റ് ഇൻവോൾവ് ഇൻ എ പർട്ടിക്കുലർ ബിസിനസ് ഫംഗ്ഷൻ കോൺട്രിബ്യൂട്ടിംഗ് ടു പ്രൊഡക്ഷൻ പ്രോസസ്സ്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഓപ്പറേഷൻ കോസ്റ്റായിട്ട് ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ നടത്തി അതിൽ പർട്ടിക്കുലർ ഓപ്പറേഷൻ എത്ര രൂപ ചിലവായിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതായത് ഇറ്റ് ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ദി മെക്കാനിസം ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ബൈ മോണിറ്ററിംഗ് കോസ്റ്റ് ഇൻകർഡ് ഓൺ ഈച്ച് ഓരോ ബിസിനസ് ഓപ്പറേഷനിലും എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഡേ എക്സ്പെൻസ് ഇൻകർഡ് ബൈ ഓർഗനൈസേഷൻസ് ടു എൻഷുർ അൺഇൻറ്ററപ്റ്റഡ് ഫങ്ഷനിങ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെത്തേഡ്സ് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് എ ബയർ ഓർ സെല്ലർ മ്യൂച്വലി അഗ്രീഡ് ഇൻ ടേംസ് ടു ഓർ കണ്ടീഷൻസ് സോ മെൻഷൻ ഈസ് കാൾഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് അഗ്രീഡ് ആകുമ്പോൾ അതിൽ കോൺട്രാക്റ്റും നമ്മൾ എഗ്രിമെൻ്റ് ബേസിൽ ഈ കോൺട്രാക്ട് ഇത്ര രൂപക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് എഗ്രിമെൻ്റ് ബേസിലാണ് എൻ്റർ ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിലേക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൺട്രാക്ട് കോസ്റ്റ്. ഈ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് 2 or more യൂസ്ഫുൾ പ്രോഡക്റ്റ് സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയം 2ൽ കൂടുതൽ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ 2നും കൂടി ചെയ്ത കമ്പൈൻഡ് ആയിട്ടുള്ളൊരു കോസ്റ്റാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ജോയിൻറ്റ് കോസ്റ്റ്. That is the cost of processing milk to get cottage cheese and butter milk. ഓക്കെ, അപ്പോൾ മിൽക്ക് പ്രോസസ്സിംഗ് ആണ്. അതിൽ നമുക്ക് 2 പ്രോഡക്റ്റ്, ചീസും കിട്ടും ബട്ടർ മിൽക്കും കിട്ടും. അപ്പോൾ 2നും കൂടെ നമുക്ക് ഒന്നിച്ച് പ്രോഡക്റ്റ് 2 കിട്ടും, പക്ഷേ കോസ്റ്റ് 2നും കൂടെ ചേർത്ത് നമ്മൾ ജോയിൻറ്റ് കോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
Okay, thank you.